എല്ലാവർക്കും ബില്യൻ സ്പോർട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ തന്നെ മാത്തമാറ്റിക്സിലെ ആദ്യ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പഠിക്കുന്നത്. ലെറ്റ്സ് ഗോ. അപ്പോ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. പക്ഷെ നമ്മൾ ആദ്യം നോക്കുന്നത് സീക്വൻസ് എന്ന വേർഡാണ്. സീക്വൻസ് ഇന്നും ആദ്യം കേട്ടിട്ടുണ്ട് വേർഡ് ശ്രേണി എന്ന് പറയും മലയാളത്തിൽ. സമാന്തരം അഥവാ അരിത്തമെറ്റിക് നമുക്ക് വിടാം. ആദ്യം നമുക്ക് സീക്വൻസ് പഠിച്ച ശേഷം അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് പോകാം. എന്താണ് ഈ സീക്വൻസ് എന്ന് നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളിലൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ള എക്സാമ്പിൾ തന്നെ വെച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ടെക്സ്റ്റിൽ ആദ്യം കാണുന്നത് ഈ എക്സാമ്പിൾ ആണ്. കണ്ട, ഇത് കുറച്ച് സ്ക്വയേഴ്സ് ഞാൻ ഇങ്ങനെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഈ സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡും ഈക്വൽ ആണ്, അതറിയാലോ. അപ്പോ ഞാൻ ആദ്യം ഒരു സ്ക്വയർ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സ്ക്വയർ വെച്ചിട്ടുണ്ട്, അടുത്ത സ്ക്വയർ വെച്ചിട്ടുണ്ട്, അതുപോലെ അടുത്ത സ്ക്വയർ വെച്ചിട്ടുണ്ട്. ചുമ്മാ കുറെ സ്ക്വയറിനെ അടുക്കി വെച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. ആദ്യത്തെ സ്ക്വയറിന് 1 സെന്റിമീറ്റർ നീളമാണ്. ഒരു സൈഡിന് 1 സെന്റിമീറ്റർ, അതായത് എല്ലാ സൈഡും 1 സെന്റിമീറ്റർ ആണ്. അടുത്ത സ്ക്വയറിന് എല്ലാ സൈഡും 2 സെന്റിമീറ്റർ, മൂന്നാമത്തതിനാണെങ്കിൽ 3 സെന്റിമീറ്റർ, നാലാമത്തതിന് 4 സെന്റിമീറ്റർ വെച്ചാണ്. അപ്പൊ ഇങ്ങനെയാണ് സ്ക്വയർ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ സ്ക്വയറിന്റെ എല്ലാം സൈഡ്സിനെ മാത്രം ഞാൻ ജസ്റ്റ് ഒരു നമ്പർ മാത്രം ഇവിടെ ജസ്റ്റ് എടുത്ത് എഴുതുകയാണ്. 1 2 3 then 4. അടുത്ത് പെരിമീറ്റർ. സ്ക്വയറിന്റെ പെരിമീറ്റർ ആണെന്ന് എങ്ങനെ അറിയാമോ? എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയാമോ? സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. 4 into സൈഡ്, 4 ഗുണം സൈഡ്. സൈഡ് എത്ര സെന്റിമീറ്റർ ആണോ 4 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ, ഇത്രയേ ഉള്ളൂ. അതിനെ നമ്മൾ ഇവിടെ പെരിമീറ്റർ കണ്ടുപിടിച്ച ശേഷം ഇതുപോലെ ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. പെരിമീറ്റർ അല്ലേ, 4 into സൈഡ്. ഒന്നാമത്തെ ആളുടെ സൈഡ് എത്രയാണ്? 1 സെന്റിമീറ്റർ. 4 into 1 4. അടുത്ത് രണ്ടാമത്തെ ആളാണ് 2 സെന്റിമീറ്റർ. 4 into 2 8. അടുത്ത് മൂന്നാമത്തെ ആള് 3 സെന്റിമീറ്റർ. 4 into 3 12. നാലാമത്തെ ആള് 4 into 4 16. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് നമുക്ക് അടുത്ത് കാണാൻ പറ്റിയത് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് സ്ക്വയറിന്റെ ഏരിയ കൂടി ഇതുപോലെ പാറ്റേൺ ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല അറിയാമോ? ഏരിയ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ടൊരു ഫോർമുല ഉണ്ട്. സൈഡിന്റെ സ്ക്വയർ, എത്രയാണോ സൈഡ് അതിന്റെ സ്ക്വയർ എടുത്ത് എഴുതുക. സ്ക്വയർ എടുക്കാൻ അറിയാമല്ലോ, പറഞ്ഞുതരാം. ഏരിയ ആദ്യത്തെ ആള് 1 അല്ലേ, സൈഡ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 1 into 1 1. രണ്ടാമത്തെ ആള് 2, 2 സ്ക്വയർ, 2 into 2 എത്രയാണ്? 4. അടുത്ത് സൈഡിന്റെ സ്ക്വയർ പിന്നെയും 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ 3 into 3 9. അടുത്ത് 4 into 4 16. നമ്മള് ഈ സ്ക്വയറിന്റെ എല്ലാം ആദ്യം സൈഡ് മാത്രം കുറച്ച് നമ്പേഴ്സ്, ആ സൈഡിന്റെ സെന്റിമീറ്റർ ലെങ്ത് മാത്രം നമ്മൾ എടുത്ത് എഴുതി. അടുത്ത് അതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ഔട്ട് കണ്ടുപിടിച്ചു. അതിന്റെ മാത്രം നമ്മൾ ജസ്റ്റ് നമ്പർ മാത്രം എടുത്തെഴുതി. അടുത്ത് അതുപോലെ അതിന്റെ ഏരിയയും കണ്ടുപിടിച്ചു, അത് മാത്രം നമ്മൾ എടുത്തെഴുതി. ശ്രദ്ധിച്ചു നോക്കിയേ, നമുക്ക് ഈ കിട്ടിയ എല്ലാ സൈഡിന്റെ ഈ പാറ്റേണും പെരിമീറ്ററും ഇതെല്ലാം ഒരു പ്രത്യേക നിയമം അനുസരിച്ചല്ലേ മുന്നോട്ട് പോയിരിക്കുന്നത്. ആദ്യത്തെ സൈഡ് 1 2 3 4 ഇതെന്തോണ്? എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സ് അറിയില്ലേ, അതിൽ നമ്മൾ എഴുതിക്കുന്നത്. അടുത്ത് പെരിമീറ്റർ 4 8 12 16. ഇതും കണ്ടിട്ടില്ലേ? നമ്മുടെ 4ന്റെ മൾട്ടിപ്പിൾസ് 1 4s are 4 2 4s are 8 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏരിയ. നമ്മൾ ഏരിയയുടെ സംഖ്യകൾ ഏതൊക്കെ നോക്കാം. 1 4 9 16. ഇങ്ങനെയല്ലേ ഇത് മുന്നോട്ട് പോകുന്നത്. ഇതെവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്, അഥവാ പൂർണ്ണവർഗ സംഖ്യകൾ. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അഥവാ ഇത് അങ്ങനെ പോയിരിക്കുന്ന ഒരു നമ്പർ പാറ്റേൺ. ഇവിടെ നമുക്ക് എല്ലായിടത്തും ഒരു നിയമം കാണാൻ പറ്റിയല്ലേ. ഒരു നിയമത്തിന്റെ അഥവാ ഒരു പാറ്റേണിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നമ്പേഴ്സ് എല്ലാം എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഒരു റൂളിന്റെ അടിസ്ഥാനത്തിൽ അഥവാ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ ഒരു ഓർഡറിൽ 1 ആദ്യത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്നിങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്കത് എന്തെന്ന് വിളിക്കാം? സീക്വൻസ് എന്ന് വിളിക്കാം.
എന്താണ് സീക്വൻസ്? ഒരു പ്രത്യേക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നമ്പേഴ്സിനെ ക്രമത്തിൽ എഴുതിയാൽ നമുക്ക് എന്ത് വിളിക്കാം? സീക്വൻസ്. അപ്പൊ സീക്വൻസ് ഇവിടെ കിട്ടിയില്ലേ? ടെക്സ്റ്റിൽ തന്നെ വേറെ എക്സാമ്പിൾ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോ ടെക്സ്റ്റിലുള്ള തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെയും അതേപോലത്തെ സ്ക്വയർസ് തന്നെയാണ്, പക്ഷെ അതിന്റെ സൈഡിൽ മാത്രം, സൈഡിന്റെ ലെങ്ത് മാത്രം അല്പ വ്യത്യാസം. ആദ്യത്തെ സ്ക്വയർ 1 സെന്റിമീറ്റർ, അടുത്ത് 1.5 സെന്റിമീറ്റർ, അടുത്ത് 2.5 സെന്റിമീറ്റർ. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഈ സ്ക്വയറിന്റെ സൈഡ്സ് പോയിരിക്കുന്നത്. മറ്റതുപോലെ തന്നെ സൈഡ്സിന്റെ ആ ലെങ്ത് മാത്രം നമുക്ക് ജസ്റ്റ് താഴെ എഴുതാം. 1, then 1.5, പിന്നെ 2, 2.5. ഇങ്ങനെ ഒരു പാറ്റേണിലല്ലേ ഇത് ഫ്രണ്ടിലോട്ട് പോയിരിക്കുന്നത്. അടുത്ത് നോക്കാം, ഇവിടെ പെരിമീറ്റർ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നമുക്കറിയാമല്ലോ, 4 ഇൻറ്റു സൈഡ് ആണ്. എന്താണ് 4 ഇൻറ്റു സൈഡ്? ഇവിടുത്തെ സൈഡ് എത്രയാണ്? 1 അല്ലേ? 4 ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 1. രണ്ടാമത്തെ ആളാണ് 1.5 അല്ലേ? ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി ഞാൻ കാണിച്ചു തരാം. പെരിമീറ്റർ കണ്ടുപിടിക്കുമ്പോ 4 ഇൻറ്റു 1.5. ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിനെ എന്താക്കണം? ഇത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് ഇറക്കാം. മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് ആദ്യം മാറ്റണം. മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ നമുക്ക് സാധാ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനായിട്ട് പറ്റും? എങ്ങനെ പറ്റും? ആദ്യം ഡിനോമിനേറ്റർ ഉണ്ടോ? ഡിനോമിനേറ്റർ ഇൻറ്റു ഈ സൈഡിലെ നമ്പർ 2 ഇൻറ്റു 1 എത്രയാണ്? 2 പ്ലസ് മുകളിലത്തെ 1. ഇവിടെ ആരാണ് സംഖ്യ? അതിലൂടെ കൂട്ടണം. അപ്പൊ 2 ഇൻറ്റു 1 2, 2 പ്ലസ് 1 3. ആ 3 മുകളിൽ എഴുതുക. താഴെ ഏത് ഡിനോമിനേറ്ററിൽ ഇത് തന്നെ ഉണ്ടോ അത് തന്നെ അവിടെ എടുത്ത് എഴുതിയിരിക്കുക. ഇപ്പൊ പിടി കിട്ടിയില്ലേ? ഇനി നമുക്ക് ചെയ്തൂടെ? ഈ 2നെയും ഈ 4നെയും ക്യാൻസൽ ചെയ്യാമല്ലോ. 2 കിട്ടി. 2 ഇൻറ്റു 3 6. ഇപ്പോ ഇവിടുത്തെ പെരിമീറ്റർ നമുക്ക് കിട്ടി. എത്രയാണ് ഇവിടുത്തെ പെരിമീറ്റർ? 6. രണ്ടാമത്തെ സ്ക്വയറിന്റെ പെരിമീറ്റർ 6. അടുത്ത അതായത് നമ്മുടെ മൂന്നാമത്തെ സ്ക്വയർ, മോഡ് സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എത്രയാണ്? 2 ആണല്ലേ? അതിന്റെയും ഇതുപോലെ നമുക്ക് എന്ത് കാണണം? പെരിമീറ്റർ കാണണം. 4 ഇൻറ്റു 2 8 ആണ്. നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് 2.5 ആണല്ലേ? അവയും കൂടെ നമുക്ക് നോക്കിയിട്ട് പോകാം. 4 ഇൻറ്റു 2.5. അപ്പൊ ഇവിടെ ആരാണ് നടക്കണം? മിക്സഡ് ഫ്രാക്ഷൻ. ഇത് നമുക്ക് സാധാരണ ഫ്രാക്ഷൻ ആക്കണ്ടേ? ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യണം? ആദ്യം 2 ഇൻറ്റു 2 ചെയ്യണം. ഡിനോമിനേറ്റർ ഇൻറ്റു ഈ നമ്പർ. 2 ഇൻറ്റു 2 എത്രയാണ്? 4. 4 പ്ലസ് 1 5. അപ്പൊ ഇവിടെ 4 ഇവിടെ ആദ്യം എഴുതാം. അതിനുശേഷം 2 ഇൻറ്റു 2 4. 4 പ്ലസ് 1 5 മുകളിൽ എഴുതി. താഴത്തെ 2 ഡിനോമിനേറ്റർ അതുപോലെ ഇവിടെ എടുത്തെഴുതുക. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. 2 4 ക്യാൻസൽ ഇവിടെ 2 കിട്ടി. 2 ഇൻറ്റു 5 എത്ര? 10. നമുക്കിവിടെ എഴുതി കൂടെ. അപ്പൊ പെരിമീറ്റർ കിട്ടിയത് നമ്മൾ എന്തായിട്ട് എടുത്തെഴുതി? ജസ്റ്റ് ആ നമ്പേഴ്സ് മാത്രം നമ്മൾ എടുത്തെഴുതി. അതുപോലെ എടുത്ത് ആരുണ്ട്? നമുക്കിവിടെ ഏരിയ അടുത്ത് കണ്ടുപിടിക്കണം. ആരാണ്? നമ്മുടെ ഇതിന്റെ എല്ലാ സ്ക്വയർസിന്റെ ഏരിയ. ഏരിയ ഫോർമുല നമുക്കറിയാം. എന്താണ്? സൈഡിന്റെ സ്ക്വയർ ആണ്. ഇവിടെ ഏരിയ ഒന്നാമത്തെ സ്ക്വയർ 1 ആണ് അതിന്റെ സൈഡ് എന്ന് പറയുന്നത്. അപ്പം സൈഡ് സ്ക്വയർ 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. അടുത്ത് രണ്ടാമത്തെ അവിടെ കിടപ്പുണ്ട്. അതാണ് 1.5 അല്ലേ? ഈ 1.5ന്റെ സ്ക്വയർ എടുക്കണം. 1.5ന്റെ സ്ക്വയർ എടുക്കാൻ ആദ്യം നമുക്ക് എന്താക്കി മാറ്റണം? മിക്സഡ് ഫ്രാക്ഷൻ ആണ്, സാധാ ഫ്രാക്ഷൻ ആക്കണം. നമ്മൾ നേരത്തെ ആക്കിയെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം. 1.5 സാധാ ഫ്രാക്ഷൻ ആകുമ്പോൾ 3/2 എന്ന് നമുക്ക് കിട്ടും. 3/2ന്റെ സ്ക്വയർ എത്രയാണ്? 3/2ന്റെ സ്ക്വയർ അറിയാവോ? 3/2 മുകളിൽ താഴെ നമുക്ക് സ്ക്വയർ എടുക്കാം. അപ്പോ 9/4 ആണ് കിട്ടും അല്ലേ? 9/4. അടുത്ത 2ന്റെ സ്ക്വയർ എത്രയാണ്? അടുത്ത സ്ക്വയറിന്റെ ഏരിയ വിളിക്കുമ്പോൾ അടുത്ത സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 4 കിട്ടും. അപ്പൊ അടുത്ത ആളായി. ഇനി ലാസ്റ്റത്തെ ആളൂടെ 2.5. അതാണ് നമ്മുടെ അടുത്ത സ്ക്വയർ എന്ന് പറയുന്നത്. അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല സൈഡ് സ്ക്വയർ. നമുക്ക് അതിന്റെ സ്ക്വയർ എടുത്ത് നോക്കി നോക്കാം. ആദ്യം സാധാ ഫ്രാക്ഷൻ ആക്കുക. 5/2 നമ്മൾ നേരത്തെ ചെയ്ത് അറിയാം, നമുക്കറിയാം. അപ്പൊ 5/2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ
25 by എത്രയാണ് 4 25 by 4. ഓക്കെ, അതുപോലെ നമുക്ക് നോക്കാം നമ്മുടെ ഡയഗണൽ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് അറിയാം. ഡയഗണൽ എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പോസിറ്റ് കോർണറുകളെ ജോയിൻ ചെയ്തതിലൂടെയുള്ള ലൈനിനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോ ഈ സ്ക്വയറിന്റെ ഈ ഡയഗണൽ, അതുപോലെ ഓരോ സ്ക്വയറിന്റെയും ഡയഗണലിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. S √2. നമ്മള് സൈഡ് എസ് എന്നല്ലേ പറയുന്നത്. അപ്പൊ S √2 സൈഡ് എത്രയാണോ മൾട്ടിപ്ലൈ, ആരോട് മൾട്ടിപ്ലൈ ചെയ്യണം? √2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ √2 ഇൻറ്റു സൈഡ്, അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്ക്വയർ 1 ഇൻറ്റു √2 തന്നെയാണ്. അടുത്ത് രണ്ടാമത്തെ ആളാണ് 1.5 ഇൻറ്റു √2. 1.5ന്റെ സാധാ ഫ്രാക്ഷൻ രൂപ നമുക്ക് ആക്കി ആദ്യം എഴുതാം. 3/2 √2 അല്ലേ. അടുത്ത ആളാണ് 2ന്റെ എടുക്കുമ്പോ 2 √2. അടുത്ത ആളാണ് 2.5. അതിന്റെ സാധാ ഫ്രാക്ഷൻ രൂപ നമുക്കറിയാം 5/2 ഇൻറ്റു √2 5/2 √2. അപ്പോ നമുക്ക് പിന്നെയും അവിടെ എന്ത് കിട്ടി? ഒരു ചെറിയ നമ്പർ പാറ്റേൺ കൂടെ കിട്ടി. അപ്പോ ഇവിടെ എല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ നമ്മൾ സൈഡിന്റെ എന്ത് എഴുതി? സൈഡ്സിന്റെ ലെങ്ത് എല്ലാം ഒരു ഓർഡറിന് എടുത്ത് എഴുതി. പെരിമീറ്റർ കണ്ടുപിടിച്ചു, അതും ഒരു ഓർഡറിന് എടുത്ത് നമ്മൾ എഴുതി. ഏരിയ കണ്ടുപിടിച്ചു, അതും നമ്മൾ ഒരു ഓർഡറിന് എടുത്ത് എഴുതി. അടുത്ത് ഡയഗണൽ ലെങ്ത് കണ്ടുപിടിച്ചു, അതും നമ്മൾ ഒരു ഓർഡറിന് എടുത്ത് എഴുതി. ഇതെല്ലാം ഒരു പ്രത്യേക നിയമം അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. പർട്ടിക്കുലർ റൂളിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ ഓരോ സ്ക്വയറുകളും, അഥവാ ഓരോ സ്ക്വയറിന് നമ്മൾ ഏരിയയും സൈഡും പെരിമീറ്ററും ഏരിയയും ഡയഗണലും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്തെങ്കിലും ഒരു പ്രത്യേക റൂളിന്റെ അടിസ്ഥാനത്തിൽ, എന്തെങ്കിലും ഒരു നിയമത്തെ ആസ്പദമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്പർ പാറ്റേണുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സീക്വൻസ് എന്ന് വിളിക്കാം, അഥവാ നമ്പർ സീക്വൻസ് എന്ന് വിളിക്കാം. ടെക്സ്റ്റിന്റെ 2 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. അപ്പൊ സീക്വൻസ് എന്താണെന്ന് കൂട്ടുകാർക്ക് പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുമില്ല, സിമ്പിൾ. എന്തെങ്കിലും ഒരു നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു നമ്പർ പാറ്റേണിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സീക്വൻസ് എന്ന് വിളിക്കാം. 1-2 എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ? ടെക്സ്റ്റിൽ ഇല്ലാത്ത 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാലോ? എന്തെങ്കിലും ഒരു റൂൾ അനുസരിച്ച് അത് എന്ത് ചെയ്യണം? മുൻപോട്ട് പോകുന്ന ഒരു സീക്വൻസ് ആയിരിക്കണം, പക്ഷെ ഒരു നമ്പർ പാറ്റേൺ ആയിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. 1 then 2 then 4 then 8 then 16. ഇതാ ഞാൻ ചെറിയൊരു നമ്പർ പാറ്റേൺ എഴുതി. ഇതൊരു സീക്വൻസ് ആണോ? നോക്കാം. 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 4, 4 കഴിഞ്ഞ് 8, 8 കഴിഞ്ഞ് 16. ഇതെന്തെങ്കിലും റൂൾ അനുസരിച്ചാണോ പോകുന്നത്? ആണല്ലോ. 1 into 2 എത്രയായിട്ടും 2 കിട്ടും. അടുത്ത് 2 into 2 എത്രയാണ്? 4. 4 into 2 എത്രയാണ്? 8. 8 into 2 എത്രയാണ്? 16. അഥവാ നമ്മൾ ഓരോ സംഖ്യയുടെയും ഡബിൾ ചെയ്തിരിക്കുകയാണ്. ഡബിൾ ചെയ്തിട്ടുള്ള ഒരു നമ്പർ പാറ്റേൺ ആണ് ഞാൻ എഴുതിയത്. അതുകൊണ്ട് എന്താണ് നമ്പർ സീക്വൻസ് ആണ്. വേറൊരു എക്സാമ്പിൾ 1 then 3 then 5 then 7. ഞാൻ ഇവിടെ വേറൊരു നമ്പർ പാറ്റേൺ എഴുതി. ഇത് നമ്മൾ എല്ലാം നല്ല കണ്ടു പരിചയമുള്ള നമ്പറാണ് അല്ലേ. 1 3 5 7 എന്താണ്? ഒറ്റ സംഖ്യയാണ് ഞാൻ ഈ ഓർഡറിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പർ. അപ്പൊ ഇതും ഒരു പ്രത്യേക നിയമം, അഥവാ ഓഡ് നമ്പർ എന്ന് പറയുന്ന ആ റൂളിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ നമ്പേഴ്സ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് വിളിച്ചൂടെ നമ്മുടെ സീക്വൻസ് എന്ന്. അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എന്താണ് സീക്വൻസ്? സീക്വൻസ് എന്താണ് വീട്ടിൽ കാണും. നമ്മൾ കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ അടുക്കി ഒരു ക്രമത്തിൽ എഴുതി, ഒരു പാറ്റേൺ ആയിട്ട് എഴുതി. ഈ എഴുതിയ നമ്പേഴ്സിന്റെ പിറകിൽ എന്തെങ്കിലും പർട്ടിക്കുലർ നിയമം, ഒരു പ്രത്യേക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നമ്പേഴ്സ് എഴുതുന്നതെങ്കിൽ നമുക്കതിനെ വിളിക്കാം എന്ത്? നമ്പർ സീക്വൻസ് എന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇത് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. മാത്രമല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.